ഞാനിപ്പോൾ പാർച്ചിച്ചിട്ട് റിസപ്ഷന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി സർപ്രൈസ് ഉണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയും പേരെയും വന്നപ്പം ഡൗട്ടൊന്നുമില്ല. കാര്യം റിസപ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന് കൂടുന്നു എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ കുറച്ച് സൈലൻ്റാണ്. കുറച്ച് ടൈം എടുത്തിട്ടേ ഒന്ന് സംസാരിച്ച് തുടങ്ങുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. അപ്പം നമുക്ക് നോക്കാം. ആരോൺ പോയി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ബർത്ത്ഡേ അവനാണെങ്കിൽ ഓടിപ്പോയി വിളിക്കുകയും ചെയ്തു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ബർത്ത്ഡേ ഞങ്ങളുടെ വീട്ടിലങ്ങ് എല്ലാവരും കൂടെ ആയിട്ടങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ഇത് മാമൻ്റെ ഐഡിയ ആണ്. ഇവർ കല്യാണത്തിന് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ മാമൻ പറഞ്ഞെന്നാൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്താലോ, കേക്ക് വാങ്ങി വെച്ച് നമുക്ക് അന്ന് രാത്രി എല്ലാവരും ഉണ്ടല്ലോ കട്ട് ചെയ്താലോ എന്ന് മാമൻ്റെ പ്ലാനായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ കേക്ക് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു, പറയാതിരിക്കാൻ. അപ്പം നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി മൊമെൻറ്റ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കാറ് കൊണ്ടൊരു അഭിഷേകമാണെന്ന് പറയാം. എന്തുമാത്രം കാറാണ് ഈശ്വര വന്ന് കിടക്കുന്ന. ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി പറഞ്ഞാലും ഇത്രയും ആൾക്കാർ ഇവിടെ തന്നെ കാണും ഗൈസ്.